ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതൊരു 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇതിന് വേണ്ട ചേരുവകൾ: വെളുത്തുള്ളി, ഒരു 3 കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 10 പച്ചമുളക് ഞറുക്കിയത്, മല്ലിയില ആവശ്യത്തിന്. ഇതൊരു 1 കിലോ കൊച്ചില് വൃത്തിയാക്കിയത്, പിന്നെ ഒരു 4 സവാള ഞെറുക്കിയത്, ഒരു 3 തക്കാളി ഞെറുക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരുമിച്ച് പൊടിച്ചതാണ്. മഞ്ഞപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള കടുക്, ഇത് കുരുമുളക് ചതച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഓയിൽ. ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചിക്കൻ പെരട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് പാത്രം അടുപ്പിലോട്ട് വെക്കാം. പാത്രം ചൂടായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചൂടായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് ആഡ് ചെയ്യാം. അപ്പൊ കടുക് പൊട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് കുരുമുളക് ചതച്ച് വെച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. പച്ച കുരുമുളകാണ് ചതച്ച് വെച്ചിരുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇപ്പൊ വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൊച്ചുള്ളി ആഡ് ചെയ്യാം. ഇനി അടുത്തത് ഇതിലോട്ട് സവാള ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കന് ആരപ്പ് വരട്ടിയൊക്കെ ഉപ്പ് ഇട്ടുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഇടാം. ഇന്ന് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അല്പം ഒരു നുള്ളു സോഡാപ്പൊടി പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളകാം. ഇതിപ്പോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, ഗരം മസാല പൊടി, ഇത് മുളക് പൊടി, മല്ലിപ്പൊടി മിക്സ് ചെയ്തതാണ്. അപ്പൊ അതും കൂടി ആഡ് ചെയ്യാം. അതൊരു 1.5 സ്പൂൺ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ മസാലയൊക്കെ ഇട്ടതിന്റെ പച്ചമണമെല്ലാം മാറിക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം നമുക്ക്. അപ്പൊ ഈ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇത് നന്നായിട്ട്, ഇതിൽ നമ്മൾ വെള്ളം വീട്ടുന്നില്ല. ഇതിലെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ട് വേവും. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് കിട്ടാം. ഇനി ഇതിനെ അടച്ചു വെച്ച് സിമ്മിലിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ നന്നായിട്ട് വെള്ളമൊക്കെ തെളിയും. നമ്മൾ ഇതിന് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ എന്ന് പറഞ്ഞ വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പെരട്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, കറിവേപ്പിലയൊക്കെ ചേർക്കാം. കുറച്ച് മല്ലിയില, പിന്നെ കറിവേപ്പില,
പിന്നെ ഞാനൊരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സവാളയും പച്ചമുളകും ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇടുന്നത്. നമ്മുടെ ചിക്കൻ പെരട്ടിന് ആ സവാളയും കറിവേപ്പിലയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഫ്ലേവറാണ് മുന്തി നിൽക്കുന്നത്. അപ്പൊ ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ ഈ ഉള്ളിയുടെയും പച്ചമുളകിന്റെയും കറിവേപ്പിലയുടെയും മണം ഈ പെരട്ടിലോട് പിടിച്ചാൽ നമ്മുടെ പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി കഴിഞ്ഞു. ആ ഒരു പച്ചമുളകിന്റെയും കറിവേപ്പിലയും ഒക്കെ നല്ല മണമുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓക്കെ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൊറോട്ടയ്ക്കൂടെയും ചപ്പാത്തിക്കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.